നാലാമത്തെ ചോദ്യം, സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നതിൻ്റെ വിധി എന്താണ്? ഈ വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു മസ്അല ഫിഖ്ഹിയ ഇജ്തിഹാദിയായ ഫിഖ്ഹി മസ്അലയാണ്. ഷാഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഫജ്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് നിർവഹിക്കൽ മുസ്തഹബാണ്. മാലിക്കി മദ്ഹബിൽ റുക്കൂഇന് മുമ്പേ ഖുനൂത്ത് ഓതൽ മുസ്തഹബാണ്. ഷാഫി മദ്ഹബിൽ റുക്കൂഇന് ശേഷം എഴുത്തിദാലിൽ ഖുനൂത്ത് ഓതൽ മുസ്തഹബാണ്. ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഖുനൂത്ത് ഓതൽ ബിദ്അത്താണ്. ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകാനുള്ള കാരണം ആ വിഷയത്തിൽ വന്ന ഹദീസ് സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ എന്നതിനാലാണ്, എന്ന തർക്കത്തിലാണ്. ഇമാം ബൈഹഖിയെ പോലുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസ്, മാസാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖുനുതു ഫിൽ ഫജ്രി ഹത്താ ഫാറഖ ദുനിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണം വരെ ഫജ്റിൽ ഖുനൂത്ത് ഓതുമായിരുന്നു എന്ന ഹദീസ്. ഈ ഹദീസ് സ്വീകാര്യമാണോ അതല്ല ദുർബലമാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വീകാര്യമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരാണ് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഹാദാ ഹദീസുൻ സ്വഹീഹുൻ സ്വഹഹൂഹു. ഈ ഹദീസ് സഹിയാണ്, ഒരുപാട് പണ്ഡിതന്മാർ സഹിയാക്കിയിട്ടുണ്ട്. ഈ ഹദീസിനെ അഹ്മദ് മുഹമ്മദ് ഷാക്കിർ എന്ന പണ്ഡിതൻ വിശേഷിപ്പിച്ചത് ഹാദാ ഹദീസുൻ ഹസനുൻ വഹുവ ഹുജ്ജത്തുൻ ലിഅസ്ഹാബി ഷാഫിഈ. ഈ ഹദീസ് ഹസനാണ്, ഷാഫി മദ്ഹബാർക്ക് ഹദീസ് തെളിവാണ് എന്ന്. എന്നാൽ ഫജ്റിൽ ഖുനൂത്ത് ഓതൽ സുന്നത്തല്ല, അത് ബിദ്അത്താണ്, ഓതാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത് ഈ ഹദീസ് ദഈഫാണ്. ഈ ഹദീസിൻ്റെ സനദിൽ അബൂ ജാഫർ അർ-റാസി എന്ന് പറയുന്ന പണ്ഡിതനുണ്ട്. അതിൻ്റെ പേര് ഈസ ഇബ്നു മാഹാൻ എന്നാണ്. അദ്ദേഹം ദുർബലനാണ്. മുഹക്കിക്കുകളെ വലിയ വലിയ ഇമാമുമാർ ഇദ്ദേഹം ദുർബലനാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയെ പോലുള്ള പണ്ഡിതന്മാർ അദ്ദേഹം മുൻകറുൽ ഹദീസാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പല പണ്ഡിതന്മാരും അദ്ദേഹം ദുർബലനാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അബൂ ജാഫർ റാസി എന്ന ഈസ ഇബ്നു മഹാൻ അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ അർ റബീ ഇബ്നു അനസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകളെല്ലാം മുൻകറാണ്, ദുർബലാണ് എന്നും ചില പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ആ ഗണത്തിൽപ്പെട്ടതാണ്. ഈ ഹദീസ് അബൂ ജാഫർ റാസി ഉദ്ധരിക്കുന്നത് അനിർ റബീ ഇബ്നു അനസ് അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്നുതു ഫിൽ ഫജ്രി ഹത്താ ഫാറഖ ദുനിയ എന്നാണ്. അതുകൊണ്ട് ഈ ഹദീസ് ദുർബലമാണ്. എന്നാൽ ഫജ്റിൽ ഖുനൂത്ത് ഓതൽ ബിദ്അത്താണ് എന്ന് പറയാനുള്ള കാരണം, താരിഖ് ഇബ്നു അഷ്ജഅ് എന്ന് പറയുന്ന ഒരു സഹാബിയോട് അദ്ദേഹത്തിൻ്റെ മകൻ സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, ഉപ്പ, താങ്കൾ റസൂലുള്ളാഹിൻ്റെ പിന്നിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിലും ഉമർ റളിയല്ലാഹു പിന്നിലൊക്കെ നിസ്കരിച്ച ആളല്ലേ, അവർ ഫജ്റിൽ ഖുനൂത്ത് ഓതുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ താരിഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതെ, ഞാൻ റസൂലുള്ളാഹിൻ്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്, അവരാരും ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നില്ല. ഐ ബുനയ്യ മുഹ്ദസ്, മോനെ, അത് ബിദ്അത്താണ്. ഈ തെളിവ് ഉദ്ദേശിച്ചിട്ടാണ് ഫജ്റിൽ ഖുനൂത്ത് ഓതുന്നത് ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഫജ്റിൽ ഖുനൂത്ത് ഓതാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത്, ഇനി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ബൈഹഖിയുടെ റിപ്പോർട്ട് സഹിയാണെന്ന് കൂട്ടിയാൽ തന്നെ അതുകൊണ്ട് ഉദ്ദേശം അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് എന്ന് പറയുന്ന ദുആ ചൊല്ലലല്ല, മറിച്ച് ഈ കനത്ത യഖ്നുത്തുൻ്റെ അർത്ഥം യതൂലു എന്നാണ്. അതാല യുതീലു, ഇത്താലത്ത് ഫജ്ർ ദീർഘമേറി നിസ്കരിക്കുമായിരുന്നു എന്നാണ്. മറ്റു നിസ്കാരത്തെ അപേക്ഷിച്ച് ഫജ്ർ നിസ്കാരത്തെക്കുറിച്ച് ദീർഘമേറിയതാണ് റസൂലുള്ളാഹിൻ്റേത്. റസൂലുള്ളാഹി മരണം വരെ ദീർഘമേറിയ രീതിയിൽ ഫജ്ർ നിസ്കരിക്കുമായിരുന്നു എന്നാണ് അർത്ഥം, അല്ലാതെ ഖുനൂത്ത് ഓതുക എന്നല്ല എന്ന്. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇനി ഒരാളുടെ ഇമാം ഫജ്റിൽ ഖുനൂത്ത് ഓതൽ അനുവദനീയമാണ് എന്ന അഭിപ്രായക്കാരനാണ് എങ്കിൽ അദ്ദേഹത്തെ പിൻപറ്റുന്ന മഅ്മൂം അദ്ദേഹത്തോടൊപ്പം ഖുനൂത്ത് ഓതേണ്ടതാണ്.
കാരണം ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബി, ഇമാമിനെ നിശ്ചയിച്ചത് എന്തിനാണ്? അദ്ദേഹത്തെ ഫോളോ ചെയ്യാനാണ്. മറിച്ച് എന്താണ്? മസല ഇജ്തിഹാദിയാണ്. ഇജ്തിഹാദിയായ മസല ആയതുകൊണ്ട് തന്നെ ഇമാമ് അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദ് പ്രകാരം ശരിയായ ഒരു അഭിപ്രായമാണ്, ശരിയായ ഒരു അമലാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യണം. അപ്പോൾ ഇമാം ഷെയ്ഖ് ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഇതാ കനത്തൽ ഇമാമു കനത മാഹു, ഇമാമ് കുനൂത്ത് ഓതിയാൽ ഇമാമിൻ്റെ കൂടെ കുനൂത്ത് ഓതണം. എന്തേലും പാടില്ല, ഇമാമിന് മുഖാലഫത്ത് ഉണ്ടാകാൻ പാടില്ല. ഈ രണ്ടഭിപ്രായത്തിൽ നമുക്കേറെ ശരിയായി തോന്നിയ അഭിപ്രായം നമ്മുടെ മശായിഖന്മാരൊക്കെ പറയുന്നത് ഫജ്റിൽ കുനൂത്ത് ഓതുക എന്നുള്ളത് സുന്നത്തല്ല എന്ന അഭിപ്രായമാണ്. കാരണം ഈ ഹദീസ് ദുർബലമാണ് എന്നതിനാൽ. ദുർബലമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർക്കാണ് ബലം കൂടുതൽ എന്നതിനാലും ഫജ്റിൽ കുനൂത്ത് ഓതുക എന്നുള്ളത് സുന്നത്തല്ല. എന്നാൽ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന അടിസ്ഥാനത്തിൽ കുനൂത്ത് ഓതുന്നവരെ അവർ ചെയ്യുന്നത് ബിദ്അത്താണെന്ന് നമ്മൾ പറയുകയില്ല, എതിർക്കുകയുമില്ല. കാരണം ഇത് മസ്അല ഫിഖ്ഹിയ ഇജ്തിഹാദിയ, അഭിപ്രായ വ്യത്യാസത്തിന് വകുപ്പുള്ള ഒരു ഫിഖ്ഹി മസ്അലയാണ് എന്നതിനാൽ. ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആൾക്കാർ ഈ വിഷയം ചോദിക്കാറുണ്ട്, ഫജ്റിൽ കുനൂത്ത് ഓതുന്നതിൻ്റെ വിധി എന്താണ്? അപ്പം നമ്മൾ ഈ മസ്അലക്ക് ഈ മറുപടി പറഞ്ഞാൽ അപ്പോൾ അവർ പറയും, അപ്പോൾ ഖുറാഫി പള്ളി പോയി നിസ്കരിക്കാലേ, സമസ്തക്കാരൻ്റെ പിന്നിൽ നിസ്കരിക്കാലേ. ഇല്ല, രണ്ട് വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? സമസ്തക്കാരൻ കുനൂത്ത് ഓതുന്നത് കൊണ്ട് ഓൻ്റെ പിന്നിൽ നിസ്കരിക്കുക എന്നാണോ? അല്ല. സമസ്തക്കാരൻ്റെ പിന്നിൽ നിസ്കരിക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞത് ഓൻ കുനൂത്ത് ഓതുന്നത് കൊണ്ടാണോ? അല്ല. മറിച്ച് സമസ്തക്കാരൻ്റെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഓൻ ശിർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. മുശ്രിക്കിന് പിന്നിൽ നിസ്കരിക്കാൻ പാടില്ലല്ലോ. കുനൂത്ത് ഓതിയാലും ശരി, ഓതിയിട്ടില്ലെങ്കിലും ശരി. ഇതൊരു സമസ്തക്കാരൻ ഹനഫി മദ്ഹബുകാരൻ വിചാരിച്ചോ? ഖബർ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുന്ന, വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നേർച്ച വഴിപാട് നടത്തുന്ന ഒരുത്തൻ്റെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. ഓൻ കുനൂത്ത് ഓതിയാലും പറ്റൂല, ഓതിയിട്ടില്ലെങ്കിലും പറ്റൂല. അപ്പോൾ കുനൂത്ത് ഓതൽ ബിദ്അത്താണെന്ന് പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ഇനി നമ്മുടെ ഇമാമ് കുനൂത്ത് ഓതുന്ന ഇമാമാണെങ്കിൽ ആ ഇമാമിനെ ഫോളോ ചെയ്യണമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത്രക്കാർ ധരിക്കുന്നത് എന്താ പറയുക? അപ്പോൾ സമസ്തക്കാരെ പള്ളിയിൽ പോയിട്ട് ഫജ്ർ നിസ്കരിക്കാം. നോ, ഇല്ല. സമസ്തക്കാരെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അവർ കുനൂത്ത് ഓതുന്നത് കൊണ്ടല്ല, അവർ ശിർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ശിർക്ക് ചെയ്തതിൻ്റെ വലിയ നിസ്കരിക്കാൻ പാടില്ല, നിസ്കാരം ബാത്തിലാണ്. അതുകൊണ്ട് തന്നെ സമസ്തക്കാരെ പള്ളിയിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. അത് ഫജ്റല്ല, ളുഹറും ശരിയാവില്ല, അസറും ശരിയാവില്ല, മഗ്രിബും ശരിയാവില്ല, ഇശാവും ശരിയാവില്ല. ശിർക്കിന് വലിയ നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ ഒരു സലഫിയായ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ, ഒരു ഇമാം, അദ്ദേഹം കുനൂത്ത് ഓതാം എന്ന അഭിപ്രായക്കാരാണെങ്കിൽ, മൊറോക്കയിലൊക്കെയുള്ള മഗ്രിബിലുള്ള അധിക സലഫി പണ്ഡിതന്മാരും മാലിക്കി മദ്ഹബുകാരാണ്. അവർക്ക് എന്തുണ്ട്? ഫജ്റിൽ കുനൂത്തുണ്ട്. അവർ നിസ്കരിച്ചൂടെ? നിസ്കരിക്കാം. എന്തുകൊണ്ട്? അദ്ദേഹം ഇമാമത്തിന് യോഗ്യനായ ആളാണ്, മുസ്ലിമാണ്. അതുകൊണ്ട് ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. سائلي عن مذهبي وعقيدتي رزق الهدى من للهداية يسأل. اسمع كلام محقق في قوله لا ينثني عنه ولا